അസ്സലാമലൈക്കും. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, മൺചട്ടി എങ്ങനെയാണ് മയക്കി എടുക്കുന്നതെന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പുറത്ത് നല്ല മഴ തകർക്കുന്നുണ്ട്, എങ്കിലും ഞാൻ ചെറിയ സൗണ്ടൊക്കെ അതിൻ്റെയൊക്കെ വരുമായിരിക്കും. എങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ സൗണ്ട് കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഉണ്ടല്ലോ ഈ ചട്ടി ഉണ്ടല്ലോ ചുക്കിരിയൊക്കെ ആയിരിക്കും. ചട്ടി എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കിയെടുക്കണം, പൊട്ടിയതാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ നല്ലതായിട്ടൊന്ന് നോക്കിയെടുക്കുക. നോക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ പൊടിയും കാര്യങ്ങളെല്ലാം നമ്മളൊരു തുണി എടുത്ത് തുടച്ച് കളയുക. തുടച്ച് കഴിഞ്ഞിട്ട് ചട്ടി കൊട്ടുമ്പോൾ അറിയാം നമുക്ക് പൊട്ടിയതാണോ അല്ലയോ എന്നുള്ളത്. ഈ ചട്ടി പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല ചട്ടിയാണ്. അപ്പോൾ ഈ ചട്ടി നമ്മൾ മയക്കാനായിട്ട് പോകുന്നത്, ഈ ചട്ടി നമ്മൾ ഒരു ദിവസത്തേന് മുറ്റത്ത് കുറച്ച് മഴവെള്ളം ഇരിപ്പുണ്ടായിരുന്നു മീൻപെട്ടിക്കകത്ത്, അതിനകത്തോട്ടൊന്ന് മുക്കിയിടുവാണേ. അപ്പോൾ ഈ ചട്ടി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ഈ ചട്ടിക്കകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് നമ്മൾ കാണാത്ത. ആ സുഷിരങ്ങൾ കണ്ടോ, ചട്ടിക്കകത്ത് വെള്ളം വലിച്ചെടുക്കുന്നത് കണ്ടോ. അപ്പം ഗ്യാസ് വെക്കുന്നവരെ 2 ദിവസം വെള്ളത്തിൽ മുക്കിയിടണം. അടുപ്പ് വയ്ക്കുന്നവരെ 1 ദിവസം മാത്രം വെള്ളത്തിൽ മുക്കിയിട്ടാൽ മതി. അപ്പം കണ്ടോ, ചട്ടി വെള്ളം വലിച്ചെടുക്കുക. ചട്ടി വെള്ളം കുടിക്കുകയാണ് ഇതിന് പറഞ്ഞത്. ചട്ടി വെള്ളം വലിച്ചെടുക്കുക മൊത്തം കണ്ടോ. ആ സുഷിരങ്ങളെല്ലാം ചട്ടി വെള്ളം വലിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളിനിയും 1 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇട്ടിട്ട്. ഇനി ഞാൻ ഇതെടുക്കാൻ പോകണേ. ഗ്യാസ് വെക്കുന്ന 2 ദിവസം വെള്ളത്തിൽ ഇടണേ, അല്ലെ മണ്ണിൻ്റെ ചുവ മാറുകയില്ല. അപ്പോൾ ഇത് 1 ദിവസം കഴിഞ്ഞു, ഞാനിതെടുത്തു. ഈ ചട്ടി എടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഈ ചട്ടി ഒന്ന് തുടച്ചൊരു 10 മിനിറ്റത്തേന് നമുക്ക് ഉണങ്ങാൻ വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തുടയ്ക്കുവാണ്. ഗ്യാസ് വയ്ക്കുന്നവരും ഇതുപോലെ 2 ദിവസം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ചട്ടി എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം മാത്രം വേണം ചെയ്യാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടല്ല, ഉണങ്ങിയും വന്നിട്ടുണ്ട്. വെയിലത്തൊന്നും വെച്ചില്ല, അല്ലാതെ മാറ്റി വെച്ചതാണ്, ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഞ്ഞി വെച്ച കഞ്ഞവെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ചൂടോടെ തന്നെ ഒഴിച്ച് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്യാസ് വയ്ക്കുന്നവരുണ്ടല്ലോ 3 ദിവസം കഞ്ഞോളം വെച്ച് തിളപ്പിച്ച് വെക്കണം. കാരണം ഗ്യാസ് നമുക്ക് ഇന്ധനം ലാഭിക്കേണ്ടിയിട്ട് നമ്മളുണ്ടല്ലോ പെട്ടെന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതങ്ങ് മാറ്റി വയ്ക്കും. അതിനാണ് 3 ദിവസം വെക്കേണ്ടത്. ചട്ടി ഈ അടുപ്പയിലാകുമ്പോണ്ടല്ലോ വിറകിൻ്റെ ഇത് കൊണ്ടുണ്ടല്ലോ, കനലിൻ്റെ ഇത് കൊണ്ടുണ്ടല്ലോ നല്ലപോലെ ചട്ടി അങ്ങ് ഈ കഞ്ഞോളം തിളച്ച് ചട്ടി നല്ലതായിട്ട് മയങ്ങും. അപ്പോൾ ഇന്നത്തെ കഞ്ഞോളം ഞാൻ ഒഴിച്ച് വെച്ച് ഇനി നമുക്ക് നല്ലൊരു തീയും കൂടെ അങ്ങോട്ട് നല്ലൊരു തീയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞോളം നമ്മുടെ ഏകദേശം തിളച്ച് വരുന്ന പാകം അതേ കണ്ടല്ലോ, തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ ആ തീ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടല്ലോ. കുറച്ചുകൂടെ കഴിയുമ്പോഴല്ലോ ഞാൻ ആ തീ ഇങ്ങ് വലിച്ചു മാറ്റും. പിന്നെ ആ തീക്കകത്ത് തന്നെ ഞാൻ തീ വലിച്ചു മാറ്റിയിട്ടുണ്ട്. ആ തീക്കകത്ത് തന്നെ ഇന്നത്തെ നാളെ ഇനി അടുപ്പ് കത്തിക്കുന്നിടം വരെ ആ അടുപ്പയിൽ ഇതിരിക്കും. അപ്പം അടുപ്പയിൽ വെക്കുന്ന ചട്ടിക്ക് നല്ല കുറച്ചുകൂടെയൊക്കെ ഇത് വരും. അപ്പോൾ ഗ്യാസ് വെക്കുന്നതിനെ പറഞ്ഞാൽ 3 ദിവസം കഞ്ഞോളം ഒഴിച്ച് തിളപ്പിക്കണം. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കഞ്ഞോളം അത്രയും പറ്റിയിട്ടുണ്ട്. 2ാമത്തെ ദിവസത്തെ കഞ്ഞോളം കൂടെ ഞാൻ അതേ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് 2ാമത്തെ ദിവസവും ഞാനതുപോലെ തന്നെ അതൊന്ന് തിളപ്പിച്ച് ആ അടുപ്പേ തന്നെ ഇടുകയാണ്. അപ്പോൾ ഗ്യാസ് വെക്കുന്നൊരു 3 ദിവസം എടുത്തിട്ട് 2 ദിവസം 3 ദിവസം കഞ്ഞോളം ഒഴിച്ചിട്ടിട്ട് 4ാമത്തെ ദിവസം അത് പുളിച്ച് വൃത്തിക്ക് കഴുകിയെടുത്തോണം. ഇത് അടുപ്പയിലാണ്. ഇത് 3ാമത്തെ ദിവസമായി. നമ്മളിനി ഉണ്ടല്ലോ 2 ദിവസം നമ്മൾ അടുപ്പേ കഞ്ഞോളം വെച്ച് 2ാമത്തെ ദിവസം പുളിപ്പിച്ച് 3ാമത്തെ ദിവസം ചെയ്ത് പകൽ. അപ്പം നമ്മൾ ആ ചട്ടിയിലെ കഞ്ഞോളം കൊണ്ട് കളഞ്ഞ് പുളിച്ച് നല്ല റെഡിയായി ചട്ടിക്കകത്തിരിക്കുമായിരുന്നു. ആ കഞ്ഞോളം കൊണ്ട് കളഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ആ ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിക്കൊന്ന് കഴുകിയെടുക്കട്ടെ. അതിനകത്തെ കരി 2 ദിവസം അടുപ്പേരുന്ന് എത്തിച്ചല്ലേ നല്ലതായിട്ട് ചട്ടി കണ്ട വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയുടെ കരിയും എല്ലാം ആ കഞ്ഞോളത്തിൻ്റെ അംശവും എല്ലാം നമ്മളൊന്ന് മാറ്റി കൊടുക്കട്ടെ. കണ്ടോ, നല്ലതായിട്ട് തന്നെ നമ്മുടെ ചട്ടി നല്ല രീതിയിൽ കരി പിടിച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പണ്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ ഉമിയൊക്കെ ഇട്ടായിരുന്നു മയക്കുന്നത്. ഇപ്പോൾ ഉമിയൊന്നും കിട്ടാനില്ലല്ലോ, ഇങ്ങനെ മയക്കും കഞ്ഞോളം ഇട്ടാൽ. ഞാനിതൊക്കെ ഞങ്ങളുടെ അമ്മ ഒക്കെ മയക്കുന്നേ കണ്ടിട്ടുള്ളതാണ് പണ്ട് കാലങ്ങളിൽ. അതെ, അങ്ങനെ നമ്മുടെ ചട്ടി ഇവിടെ മയക്കി നല്ലതായിട്ട് മയങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടി ഇനി ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൂടെ ഞാൻ ഒന്ന് പറഞ്ഞു തരാമേ. ഇത് കണ്ട, ഈ 2 ചട്ടി ഞാൻ ഒരുപോലെ മയക്കി എടുത്ത് വെച്ചിട്ട് ഒരു ചട്ടിക്കകത്ത് ഈ ചട്ടിയുടെ അടിയെല്ലാം വിണ്ട് കീറി ഇരിക്കുന്നുണ്ടോ. അതുപോലെ അതും ഞാൻ അന്ന് തന്നെ മയക്കിയെടുത്ത ചട്ടിയായിരുന്നു. പക്ഷേ അതിൻ്റെ അടി വിണ്ടിട്ടില്ല. അതെന്താണ് കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ചട്ടിയുടെ അടി വിണ്ട് കീറാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചട്ടിക്കകത്ത് തന്നെ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് നമ്മൾ കറികൾ വെക്കുന്നുണ്ട്, ഇറച്ചിക്കറി ആയാലും മീൻകറി ആയാലും വെക്കുന്നുകൊണ്ടാണ് ഈ ചട്ടിയുടെ അടി ഇങ്ങനെ വിണ്ട് കീറാൻ കാരണം. അപ്പോൾ ചട്ടിയുടെ അടി വിണ്ട് കീറായിരിക്കേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്നറിയാം. അത് ഈ ചട്ടിയുടെ അടി വിണ്ട് കീറിയിട്ടില്ല കണ്ടോ. അപ്പോൾ ഈ ചട്ടിയുടെ അടി വിണ്ട് കീറാഞ്ഞ കാരണം എന്നാണെന്നറിയോ, ഞാൻ എന്തെങ്കിലും നമ്മൾ അടുപ്പിൽ വയ്ക്കുന്ന സാധനം വെക്കുമ്പോൾ ഉണ്ടല്ലോ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് അതേ തന്നെ വെക്കാതിരിക്കുക. മറ്റൊരു പാത്രത്തിൽ നമ്മൾ മസാല കൂട്ടി അതിലിട്ട് ഒഴിക്കുക. ഇപ്പം ഞാൻ മീൻകറി വെക്കുന്ന ഭാഗമായി കാണുന്നത്. കണ്ടല്ലോ, ഞാൻ ചീനച്ചട്ടിക്കകത്തുണ്ട് അതിൻ്റെ മസാലകളെല്ലാം കൂട്ടിയിട്ടുണ്ടല്ലോ.
കണ്ടോ കൂട്ടി അതേ വെച്ച് തന്നെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം മീൻ വെട്ടി ചട്ടി വെച്ച് കഴിയെല്ലാം വൃത്തിയാക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. തീയൽ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല, കാരണം തീയൽ നമ്മൾ ചെറിയ തീയല്ലേ കൊടുക്കുന്നത്, അപ്പോൾ അതിനകത്ത് കിടന്ന് വടവില്ലേ. ഇത് ചട്ടിയുടെ എണ്ണയും ചട്ടിയുടെ അടിയിലത്തെ ഒരേ സൈഡിലോട്ട് ചെല്ലുന്ന തീയുമല്ലേ ചെയ്യുന്നത്, അടുപ്പിലെ വിറകിലെ പോലെ അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മളിത് കറിക്കകത്തോട്ട് ഇറച്ചിക്കറിക്കാണെങ്കിലും മീൻ കറിക്കാണെങ്കിലും ഒക്കെ നമ്മൾ മസാല കൂട്ടിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ ചട്ടി ഒത്തിരി നാളെ ഈട് നിൽക്കും, അടിഭാഗം വിണ്ട് കീറിപ്പോത്തില്ല. ഇത് ഞാൻ അടുപ്പേ വെക്കുന്ന ചട്ടിയാണ്, വിറകടുപ്പേ. അപ്പം ഞാനിതിപ്പോൾ കഞ്ഞി ഊറ്റി അടുപ്പിലോട്ട് വിറകടുപ്പിലോട്ട് ഈ മീൻ കറി കൊണ്ട് വെക്കാൻ പോകാം. കണ്ട വിറകടുപ്പേ വെക്കുന്ന വിറകടുക്ക ഇത് എണ്ണ ചട്ടിക്കകത്ത് തന്നെ വെച്ച് കടു വറുത്തിട്ട് ഈ ചട്ടിയുടെ അടി പൊട്ടിപ്പോയത്. അത് കണ്ടാ പറഞ്ഞാൽ ഗ്യാസ് വെക്കുന്നവരാണേലും മറ്റൊരു പാത്രത്തിൽ മസാല കൂട്ടിയിട്ട് നമ്മുടെ കറിക്കകത്തോട്ട് ഒഴിച്ചിട്ട് എന്തോ കറി വെക്കാൻ പോകുന്നോ അതിലൊഴിച്ചിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചാൽ ചട്ടി നമ്മുടെ ഏറെ ഈട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ചട്ടി ഇങ്ങനെ പൊട്ടി കീറാതിരിക്കാനും വിണ്ട് കീറാതിരിക്കാനുമായിട്ട് അങ്ങനെ നിങ്ങൾ കറി വെച്ച് നോക്കൂ, നിങ്ങളുടെ ചട്ടി ഈട് നിൽക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.